ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. റിയൽ അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ അടുത്ത ക്ലാസ് എടുക്കുന്നത്. റിയൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്. സ്വത്തുക്കളുടെ അക്കൗണ്ടിനെയാണ് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലിരിക്കുന്ന പണം. ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ കിടക്കുന്ന പണം. സൺട്രി ഡെപ്റ്റേഴ്സ്, കിട്ടാനുള്ള പണം. ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം. ബിൽ റിസീവബിൾ, ബില്ലിൻ്റെ തുക കിട്ടാനുള്ളത്. അക്രൂഡ് ഇൻകം, എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റിസീവബിൾ, പലിശ കിട്ടാനുള്ളത്. കമ്മീഷൻ റിസീവബിൾ, കമ്മീഷൻ കിട്ടാനുള്ളത്. ഇൻട്രസ്റ്റ് റിസീവബിൾ, പലിശ കിട്ടാനുള്ളത്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, എക്സാമ്പിൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അഡ്വാൻസ് ആയിട്ട് ഇൻഷുറൻസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്ക്, മിച്ചമിരിക്കുന്ന, ഒരു വർഷം ലാസ്റ്റിൽ മിച്ചമിരിക്കുന്ന സ്റ്റോക്കായിട്ടുള്ള ഐറ്റംസ്. ഇവയെല്ലാം റിയൽ അക്കൗണ്ടിൽ വരുന്ന അസറ്റുകളാണ്. എല്ലാ അസറ്റും സ്വത്തുക്കളെല്ലാം നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് തിരിച്ചെഴുതുമ്പോൾ ഡെബിറ്റിൽ മാത്രമേ എഴുതാവുള്ളൂ. അസറ്റുകൾ, ഓൾ അസറ്റ്സ് ആർ ഡെബിറ്റഡ്. അങ്ങനെ കൃത്യമായി മനസ്സിൽ പിടിച്ചുകൊണ്ട് യാതൊരു മാറ്റവും സംശയമില്ലാതെ നമ്മളത് മനസ്സിൽ ആക്കിയിരുന്നാൽ ഏത് അസറ്റ് കണ്ടാലും അത് ഡെബിറ്റാണ് എന്ന് നമുക്ക് തറപ്പിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഗുഡ്വിൽ ഒരു അസറ്റാണ്. അത് ബിസിനസ്സിൻ്റെ കീർത്തിയാണ്, കീർത്തിയെ കാണിക്കുന്നു ഗുഡ്വിൽ. ഇത് കൂടാതെ ഇത് ടാലിയിൽ, അക്കൗണ്ടിങ്ങും ടാലിയും കൂടെ ടുഗദറായിട്ടാണ് ഞാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ടാലി ചെയ്യുമ്പോൾ ഓരോ അക്കൗണ്ടിൻ്റെയും അണ്ടർ ചോദിക്കും. അതായത് ഏത് ഹെഡിൻ്റെ അടിയിലാണ് ഇത് ഓരോന്നും വരുന്നത്, ഏത് ഹെഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന്. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ തന്നെ അണ്ടറിലാണ് വരുന്നത്. ക്യാഷ് അറ്റ് ബാങ്കും അതുപോലെ തന്നെ അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് വരുന്നത്. അതേസമയം ഇൻട്രസ്റ്റ് റിസീവബിൾ, കമ്മീഷൻ റിസീവബിൾ ഇതെല്ലാം കിട്ടാനുള്ളതാണ്. നമുക്ക് ബിസിനസ്സിലോട്ട് എന്തെങ്കിലും കിട്ടാനുള്ള ഐറ്റംസാണ് ഇതൊക്കെ. ഇതെല്ലാം നമുക്ക് കിട്ടാനുള്ള അസറ്റുകളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപമാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ടാലി ചെയ്യുമ്പോൾ ഓരോരോ അസറ്റുകളും ഏത് ഹെഡിൽ വരുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ പറഞ്ഞതൊക്കെ കറണ്ട് അസറ്റാണ്. പെട്ടെന്ന് പണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് കറണ്ട് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ മറ്റു ചില അസറ്റുകൾ, അതായത് ഫിക്സഡ് അസറ്റ് എന്ന് പറയും. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഭൂമിയും കെട്ടിടവും. പ്ലാന്റ് ആൻഡ് മെഷീനറികൾ. ഫർണിച്ചർ, ബിസിനസ്സിലിരിക്കുന്ന ഫർണിച്ചറുകൾ. ഇങ്ങനെയുള്ള അസറ്റൊക്കെ ഫിക്സഡ് അസറ്റുകളാണ്. ഈ അസറ്റുകളും ഡെബിറ്റ് ക്രെഡിറ്റ് തിരിച്ചെഴുതുമ്പോൾ ഡെബിറ്റിൽ തന്നെ ആയിരിക്കും. പേറ്റൻറ്റ്, പകർപ്പവകാശം, അതൊരു അസറ്റാണ്. മോട്ടോർ വെഹിക്കിൾസ്, അതായത് ബിസിനസ്സിന് എന്തെങ്കിലും വണ്ടികൾ, മോട്ടോർ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അത് സ്വത്താണ്, അതും ഡെബിറ്റ് ചെയ്യണം. ഏതൊരു അസറ്റാണെങ്കിലും ഡെബിറ്റ് ചെയ്യണം എന്ന് നമ്മൾ തറപ്പിച്ച് പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ അസറ്റുകളാണ്
റിയൽ അക്കൗണ്ടിൽ വരുന്നത്. റിയൽ അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്. എക്സാമ്പിൾസ് ഓഫ് അസറ്റ്സ് ആർ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ഇൻട്രസ്റ്റ് റിസീവബിൾ, കമ്മീഷൻ റിസീവബിൾ, റെൻറ്റ് റിസീവബിൾ, ഇൻഷുറൻസ് പ്രീപെയ്ഡ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, പേറ്റൻറ്റ്, ഗുഡ് വില്ല്. ഇങ്ങനെ നമ്മൾ ഈ അസറ്റുകളെല്ലാം ബൈ ഹാർട്ടാക്കി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റേഷൻ നടത്തി നമ്മളത് ബൈ ഹാർട്ടാക്കി വെക്കണം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ്. ലാൻഡും ബിൽഡിങ്ങും അത് മൂവ് ചെയ്യുന്നില്ല, അതൊരു ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. അത് അണ്ടർ ഫിക്സഡ് അസറ്റ് എന്ന ഹെഡിലായിരിക്കും ഒരു ടാലി ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ഏത് ഹെഡിൽ വരുന്നു? അണ്ടർ ഫിക്സഡ് അസറ്റ്. അങ്ങനെ ഓരോന്നും പ്രത്യേകം ടാലിയിലും ഏത് ഹെഡിൽ അല്ലെ ഏത് അണ്ടറിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അസറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. റിയൽ അക്കൗണ്ട്സിലെല്ലാം അസറ്റുകൾ മാത്രമാണ്. ഓൾ അക്കൗണ്ട്സ് ആർ ഡെബിറ്റഡ്. ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ഒരു ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചെഴുതുവാനുള്ള ഏതൊരു കണക്ക് വന്നാലും ഈ അസറ്റുകളെല്ലാം ഡെബിറ്റിൽ തന്നെ ആയിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് റിയൽ അക്കൗണ്ട് എന്താണ്, അസറ്റ് അക്കൗണ്ട്. ഓൾ അസറ്റ്സ് ആർ ഡെബിറ്റഡ്. എല്ലാ അസറ്റുകളെയും ഡെബിറ്റ് ചെയ്യണം. ഓരോ അസറ്റും ഏതിൻ്റെ അണ്ടറിൽ വരുന്നു എന്ന് ടാലിയിൽ ചോദിച്ചാൽ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ തന്നെ അണ്ടറിലാണ് വരുന്നത്. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ തന്നെ അണ്ടറിലാണ് വരുന്നത്. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫിക്സഡ് അസറ്റ് എന്നുള്ള അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് കൂടുതൽ തന്നാൽ പഠിക്കുവാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചുരുക്കി കുറേശ്ശെയായി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഏതൊരു കാര്യവും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിൽ അത് ഫിക്സ് ചെയ്യും. ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ റിയൽ അക്കൗണ്ട് എന്താണെന്നും ഓൾ അസറ്റ്സ് ആർ ഡെബിറ്റഡ് എന്നും 2 പോയിൻ്റ് പ്രത്യേകമായിട്ട് പഠിക്കണം. പിന്നെ 3-ാമത്തെ പോയിൻ്റ് ഓരോ അക്കൗണ്ടും ഏതിൻ്റെ അണ്ടറിൽ വരുന്നു എന്ന് ടാലിയിൽ നമുക്ക് ആവശ്യമായതുകൊണ്ട് അതും പഠിക്കണം. അപ്പം 3 പോയിൻ്റാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്. റിയൽ അക്കൗണ്ട്സ് ഏതിൻ്റെ അക്കൗണ്ടാണെന്ന് ചോദിച്ചാൽ അസറ്റുകളുടെ അക്കൗണ്ടാണെന്ന് പറയണം. അസറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ എക്സാമ്പിളുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നമ്മുടെ ബ്രെയിനിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ടാലിയിൽ വരുമ്പോൾ ഓരോന്നിനും ഓരോ അണ്ടറുണ്ട്. ആ അണ്ടറിൽ ഓരോന്നും കൊടുക്കണം. എല്ലാത്തിൻ്റെയും ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം എടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് തരുന്നതായിരിക്കണം. അപ്പം റിപ്പീറ്റേഷൻ ഈസ് മസ്റ്റായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ 3 പോയിൻ്റുകളും നിങ്ങളുടെ മനസ്സിൽ പതിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്നിൽ കൂടി ഉള്ള വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും മനസ്സിൽ തങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായത് വിദ്യാഭ്യാസം, നമ്മുടെ ഏറ്റവും വിദ്യാധനം സർവധനാൽ പ്രധാനം. എന്തെങ്കിലും ഒരു വിദ്യ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായിട്ട് വരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം ചോദിക്കണം. ഞാൻ പറഞ്ഞു തരുന്നത് ആയിരിക്കും.